ഹലോ എല്ലാവരും, നിങ്ങൾക്കൊപ്പം ജയിത് കരുത്. നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്ഥാപിക്കാൻ സാധിക്കും. ഓരോ കോർപ്പറേഷൻ സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. ലൂദോസ് ധം അത്മനെ ലെവോ ജെദെ ജെലോവെ. ഈ അവലോകനം ജൂൺ 19, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ജെയ്ത് കേരള കമ്പനി മുഴുവൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. 139 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.7. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.7 പോയിന്റ്. വിശാലമായി നോക്കുമ്പോൾ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് കാണാൻ കഴിയും. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 7 പോയിന്റ് മുഴുവൻ. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു മുഴുവൻ ഉപവിഭാഗം കമ്പനികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. മുഴുവൻ മൈനസിന്റെ മാറ്റം കാണിച്ചു 0.9%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 19.7%. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം മുഴുവൻ $1.45 ബില്യൺ. $604 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $1.09 ബില്യൺ. $546 ബില്യൺ പുസ്തക മൂലധനം ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം മുഴുവൻ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.24%. പുസ്തക മൂല്യം മൂലധനം 0.2%. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള സ്ഥാപനത്തിന് $1.11 ബില്യൺ കടബാധ്യതയുണ്ട്. കടവും പുസ്തക മൂലധനവും തമ്മിലുള്ള അനുപാതം മൂലധനത്തിന്റെ 102%. കമ്പനി ഡെറ്റ് റേറ്റിംഗ് മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 0. ഉപവിഭാഗത്തിന്റെ ശരാശരി 13.2 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള മൂല്യനിർണ്ണയം വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$2 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $59 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 3.2 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 2.1 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം വരുമാന സൂചകങ്ങളിലേക്കുള്ള മൂല്യനിർണ്ണയം ടോലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $460 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -0.3%. ഉപവിഭാഗത്തിൽ ശരാശരി 15.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്.
ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.173%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 39% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $1922,000. ഉപവിഭാഗത്തിൽ $1,388,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം -$2.1 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $104.9 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം $603,000 ആണ്. ഉപവിഭാഗത്തിൽ $670,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. 3.3% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം 6.6%. സൂചകം ഗിരെ 14 കമ്പനിക്ക് 40% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 49%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $13.84 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $17.01 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തലിന്റെ ഫലമായി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. $13.83 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 11.16 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 16.5 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ജൂലൈ 19 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടച്ചിരിക്കും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി.